ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 7 ആഗോള പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ പുതിയ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട കോൺക്ലേവ് ഇന്ന് ആരംഭിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും വത്തിക്കാനിൽ ഇന്നലെ തന്നെ പൂർത്തിയായി. ഇന്ന് രാവിലെ 10 മണിയോടെ സഭയുടെ രാജകുമാരന്മാർ എന്ന് അറിയപ്പെടുന്ന കർദിനാളന്മാർ വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒരുമിച്ചുകൂടി സമൂഹ ബലി അർപ്പിച്ചു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:45 കാസ സാന്ത മാർത്തയിൽ നിന്ന് അഭിവന്യരായ കർദിനാൾമാർ പൗളിൻ ചാപ്പലിലേക്ക്, അതായത് വത്തിക്കാൻ പാലസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സിസ്റ്റേൻ ചാപ്പലിന് അടുത്ത് തന്നെ ആയുള്ള പൗളിൻ ചാപ്പലിലേക്ക് പ്രാദേശിക സമയം റോമൻ സമയം 3:45 അവർ നടത്തുന്ന ഒരു ലഘുവായ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ആഘോഷമായ ഒരു പ്രദക്ഷിണമായി, പരമ്പരാഗതമായി നടക്കുന്ന ഒരു പ്രദക്ഷിണമാണത്. അങ്ങനെ പ്രദക്ഷിണമായി അവർ സിസ്റ്റേൻ ചാപ്പലിലേക്ക് പ്രവേശിക്കും. ഈ പ്രദക്ഷിണത്തിൽ സകല വിശുദ്ധരുടെയും ലുത്തിനിയ ഗാനരൂപത്തിൽ അത് ആലപിച്ചുകൊണ്ടാണ് സിസ്റ്റേൻ ചാപ്പലിലേക്ക് അവർ പ്രദക്ഷിണമായിട്ട് പ്രവേശിക്കുക. സിസ്റ്റേൻ ചാപ്പലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവർ സഭയുടെ പരമ്പരാഗത പ്രാർത്ഥനകളിൽ ഒന്നായ പരിശുദ്ധാത്മാവേ വരിക വേഗം എന്ന് അർത്ഥം വരുന്ന വേനി ക്രിയേറ്റർ സ്പിരിറ്റൂസ് എന്ന് പറയുന്ന പരമ്പരാഗത ഗാനം, പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച് കോൺക്ലേവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഏകദേശം റോമൻ സമയം 7:30 ഇന്നത്തെ കോൺക്ലേവിന് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പുക വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സിസ്റ്റേൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിണിയിലൂടെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗതമായി ഇന്നേ വരെ ആദ്യ ദിവസം തന്നെ പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുത്ത ചരിത്രമില്ല. എങ്കിൽ തന്നെ ഇന്ന് ആകാംക്ഷയോടെ വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടെ ഇന്ന് ഒരു റൗണ്ട് വോട്ടെടുപ്പാണ് നടക്കുക. നാളെ മുതൽ 4 റൗണ്ട് വീതം വോട്ടെടുപ്പ് നടക്കും. എന്നാൽ ഇന്ന് ആദ്യ റൗണ്ട് വോട്ടെടുപ്പിന് ശേഷം അതിൻ്റെ ഫലവിവരം അറിയിച്ചുകൊണ്ടുള്ള പുക ഇന്ന് വൈകുന്നേരം 7:30 ഏകദേശം 7 മണിക്കും 7:30ക്കും ഇടയിലായി വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് ചേർന്നുള്ള സിസ്റ്റേൻ ചാപ്പലിൽ നിന്ന് പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും വലിയ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. റോമിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.